അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തുവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ സ്റ്റേ ചെയ്തിരുന്നത് നമ്മളുടെ തിരുപ്പൂർ ലോഡ്ജിലാണ്. ഹോട്ടൽ നൽപ്പക്കം അങ്ങനെ എന്തോ ആണ് പേര്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അവിടെ അല്ല സ്റ്റേ ചെയ്തിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ഹോട്ടൽ അമൃതം ഇൻ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിന് തന്നെ വേറൊരു ഭാഗത്തായിട്ടുള്ള ഹോട്ടലാണ്. പക്ഷേ അഫോർഡബിൾ റേറ്റാണ്. 1500 രൂപയെ ഒരു AC ഹാളിന് വരുന്നുള്ളൂ. AC റൂമിന് നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മറ്റേ റൂമിനെ അപേക്ഷിച്ച് റേറ്റ് കുറവാണ്. ഓക്കെ, അത്യാവശ്യം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡും മറ്റുമൊക്കെ കഴിക്കാനായിട്ട് പുറത്ത് പോകണം. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അമ്പലത്തിൽ നിന്നും കുറച്ചധികം ഡിസ്റ്റൻസ് ഈ ക്ഷേത്രത്തിലോട്ട് പോയപ്പം നമ്മൾ രാവിലെ എണീറ്റ് എല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയതൊരു സാറ്റർഡേ പോയി, സൺഡേ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ അതുകൊണ്ട് വർക്കിംഗ് ഡേയിൽ പോകാമെന്ന് കരുതി ഞങ്ങൾ മൺഡേ ആണ് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കയറി. അപ്പം എല്ലാവരും നെയ് റോസ്റ്റും മറ്റുമൊക്കെയാണ് ഓർഡർ ചെയ്തത്. നല്ല ഫുഡായിരുന്നു. ഉണ്ട് ഹോട്ടൽ ശ്രീ ബാലാജി ഭവൻ എന്നുള്ള ഭാഗത്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച ശേഷം മഴ പൊടിയുന്നത് കൊണ്ട് കുട്ടികൾക്ക് 2 തൊപ്പി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ കടയിലേക്ക് കയറി തൊപ്പിയൊക്കെ വാങ്ങിച്ച് അവന്മാർക്ക് വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ നടന്ന് പോവുകയാണ്. കാരണം നമ്മളിപ്പം നേരത്തെ ഞങ്ങൾ വന്നപ്പോൾ കയറിയ വഴിയല്ല ഇപ്പം ഞങ്ങൾ കയറുന്നത്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കൊന്നും തന്നെ ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾ ഇപ്രാവശ്യം പിടിക്കാൻ പറ്റിയില്ല. കാരണം മൊബൈൽ ഫോണെല്ലാം റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ആയതുകൊണ്ട് നമുക്കൊന്നും തന്നെ പിടിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ദർശനമെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്പലത്തിനകത്തെ കാഴ്ചകളൊന്നും തന്നെ ഇപ്രാവശ്യം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പം ദർശനം എല്ലാം കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ നേരെ കാണുന്നത് ഫ്രീ ആയിട്ട് മുടി മൊട്ടയടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഇതെല്ലാം എൻട്രൻസിൻ്റെ ഏരിയാസാണ്. പിന്നെ ദൂരെ കാണുന്നുണ്ടല്ലോ അമ്പലം, ദൂരെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ എല്ലാ ദർശനവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ. ബായ്.